ഭൂമിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുവരുന്ന അതിഭീമൻ ചിഹ്നഗ്രഹം അപ്പോഫീസിനെ 24 മണിക്കൂറും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ISRO. ഓരോ നിമിഷവും 10 മടങ്ങ് വേഗത്തിൽ ഇത് ഭൂമിയിലേക്ക് ഇടിച്ചിറങ്ങാനായി എത്തുകയാണ് എന്നാണ് ശാസ്ത്രലോകം പോലും ഭയപ്പെടുന്നത്. ഈ ചിഹ്നഗ്രഹം 2029 ഏപ്രിൽ 13 ഭൂമിയുടെ ഏറ്റവും അടുത്തുകൂടി കടന്നുപോകുമെന്നാണ് വിലയിരുത്തുന്നത്. അതിനാൽ തന്നെ ഭൂമിക്ക് ഭീഷണിയാകുന്ന ബഹിരാകാശ വസ്തുക്കളെ നിരീക്ഷിക്കുകയും അവയെ പ്രതിരോധിക്കുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനുമായി ഉപഗ്രഹ വിക്ഷേപണങ്ങൾക്കും ഗ്രഹാന്തര പരിവേഷണ ദൗത്യങ്ങൾക്കുമൊപ്പം വിദേശ ബഹിരാകാശ ഏജൻസികൾക്കൊപ്പം ചേർന്ന് പ്ലാനറ്ററി ഡിഫൻസ് എന്ന മേഖലയിലും ISRO ഇപ്പോൾ സജീവമായിരിക്കുകയാണ്. അതായത് മനുഷ്യരാശി നേരിടുന്ന യഥാർത്ഥ ഭീഷണിയാണ് വലിയ ചിഹ്നഗ്രഹങ്ങളുമായുള്ള കൂട്ടിയിടിയെന്നാണ് ISRO മേധാവി S. സോമനാഥ് വ്യക്തമാക്കുന്നത്. ഈ ഭീഷണിയുമായി ബന്ധപ്പെട്ട് സജീവമായി പ്രവർത്തിക്കുന്ന ISROയുടെ നെറ്റ്വർക്ക് ഫോർ സ്പേസ് ഒബ്ജക്ട് ട്രാക്കിംഗ് ആൻഡ് അനലൈസ് പദ്ധതിയിലൂടെ അപ്പോഫീസിനെ ഇപ്പോൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ്. അതായത് നമുക്ക് ജീവിക്കാൻ ഒരേ ഒരു ഭൂമി മാത്രമേ ഉള്ളൂ. അപ്പോഫീസ് ഉയർത്തുന്ന ഭീഷണിയും ഭാവി ഭീഷണികളും തടയാൻ ഇന്ത്യ എല്ലാ രാജ്യങ്ങളുമായി സഹകരിക്കുമെന്നാണ് S. സോമനാഥ് വ്യക്തമാക്കുന്നത്. ഇതിനു മുൻപും സമാനമായ പ്രതികരണം ISRO മേധാവി നടത്തിയിട്ടുണ്ട്. അതായത് ഒരു ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിച്ചാൽ അത് ഭൂമിയിലെ സർവ്വചരാചരങ്ങളുടെയും നാശത്തിന് കാരണമാകും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. 70 വയസ്സും 80 വയസ്സും വരെയുള്ള നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ അത്തരമൊരു ദുരന്തം കാണാനിടയില്ല എന്നതിനാൽ തന്നെ നമ്മൾ അതിനെ നിസ്സാരമായി കാണുകയാണെന്നും അത്തരമൊരു സംഭവം ഭൂമിയിലുണ്ടായാൽ നമുക്ക് എല്ലാവർക്കും നാശം സംഭവിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതായത് ഭൂമിയുമായി ഒരു നാൾ കൂട്ടിയിടിക്കാൻ സാധ്യതയുള്ള പാതയിൽ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ് അപ്പോഫീസ് എന്ന ചിഹ്നഗ്രഹം. 140 മീറ്ററിലേറെ വലിപ്പമുള്ള ഭൂമിക്കരികിലൂടെ കടന്നുപോകുന്ന ചിഹ്നഗ്രഹങ്ങളെ അപകട സാധ്യത ഗണത്തിലാണ് ഉൾപ്പെടുത്തുക. അപ്പോഫീസിന്റെ വ്യാസം 340 മീറ്റർ മുതൽ 450 മീറ്റർ വരെയാണ്. ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലായ INS വിക്രമാദിത്യയെക്കാളും അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തെക്കാളുമൊക്കെ വലുതാണ് ഇത്. അതായത് ദിനോസറുകളുടെ വംശനാശത്തിലേക്ക് തന്നെ നയിച്ചത് ഇത്തരമൊരു ചിഹ്നഗ്രഹത്തിന്റെ പതനത്തിന് പിന്നാലെയാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മാത്രമല്ല 1908 ജൂൺ 30 റഷ്യയിലെ തുംഗസ്ക വനപ്രദേശത്ത് വാൽ നക്ഷത്രമോ അല്ലെങ്കിൽ ചിഹ്നഗ്രഹമോ പതിച്ചപ്പോഴുണ്ടായ 12 മെഗാടൺ ശക്തിയുള്ളത് ഒരു സ്ഫോടനമാണ് നടന്നത്. 2150 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തെ 8 കോടിയോളം മരങ്ങളാണ് അന്ന് നിലംപതിച്ചത്. സ്ഫോടനത്തിന്റെ തരംഗങ്ങളും ഉഷ്ണതരംഗവും കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് സഞ്ചരിച്ചു. അത് പോയ വഴിയെല്ലാം ആഘാതം സൃഷ്ടിച്ചു. അതായത് ഉൽക്കാപതനത്തിന്റെ ആഘാതം എത്രത്തോളം ഉണ്ടായേക്കുമെന്നതിന്റെ തെളിവ് തന്നെയാണ് ഈ സംഭവം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതായത് 2029 ഏപ്രിൽ 13 അപ്പോഫീസ് ഭൂമിയിൽ നിന്ന് 32,000 കിലോമീറ്റർ ദൂരപരിധിയിലെത്തും. ഇത് ബഹിരാകാശ ഏജൻസികൾക്ക് അപ്പോഫീസിനെ കുറിച്ച് വിശദമായ പഠനങ്ങൾക്ക് അവസരം നൽകും. 5000 മുതൽ 10,000 വർഷങ്ങൾക്കിടയിൽ ഒരിക്കൽ മാത്രമേ ഇത്രയേറെ വലിപ്പമുള്ള ചിഹ്നഗ്രഹം ഭൂമിയുടെ ഇത്രയും അടുത്ത് എത്തുകയുള്ളൂ എന്നാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയും പറയുന്നത്. ഇതിനു പിന്നാലെ 2036 അപ്പോഫീസ് ഭൂമിക്ക് അരികിലേക്ക് എത്തുക. മാത്രമല്ല പ്ലാനറ്ററി ഡിഫൻസ് രംഗത്ത് സജീവ ഇടപെടലിനും അന്തർദേശീയ സഹകരണത്തിനും ലക്ഷ്യമിട്ടാണ് ISROയുടെ ഭാവി പദ്ധതികൾ ഇപ്പോൾ തയ്യാറാകുന്നത്. അതായത് അപ്പോഫീസ് ചിഹ്നഗ്രഹത്തെ പഠിക്കാനും നിരീക്ഷിക്കാനും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് യൂറോപ്യൻ സ്പേസ് ഏജൻസി പ്രഖ്യാപിച്ച റാംസസ് ദൗത്യത്തിൽ സഹകരിക്കുമെന്ന് തന്നെയാണ് ISRO പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ രംഗത്ത് കൂടുതൽ ശേഷി കൈവരിക്കാനുള്ള പദ്ധതികൾ ISRO ആരംഭിച്ചു കഴിഞ്ഞു. നിലവിൽ ഇന്ത്യയിലുള്ള ജ്യോതിശാസ്ത്ര ദൂരദർശിനികൾ ഉപയോഗിച്ച് ചിഹ്നഗ്രഹങ്ങളെ നിരീക്ഷിക്കുന്നതിനുള്ള പ്രാഥമിക ശ്രമങ്ങൾ ഇന്ത്യ നടത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ ചിഹ്നഗ്രഹത്തിന്റെ പാത, ചിഹ്നഗ്രഹത്തിന്റെ ഘടന, വലിപ്പം, ആകൃതി ഇവയുമായി ബന്ധപ്പെട്ട് വിശകലനത്തിനും അപകട സാധ്യത പഠനത്തിനുമായിട്ട് മുൻകൂർ മുന്നറിയിപ്പ് നൽകുന്നതിനുള്ള ദൂരദർശിനികൾ ഉൾപ്പെടെയുള്ളവ ഒരുക്കാനാണ് ISRO ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.